പട്ടാമ്പി സ്കൂൾ ബസ്സിൽ നിന്ന് ഇറങ്ങി റോഡ് കുറുകെ കടക്കുമ്പോൾ മറ്റൊരു സ്കൂളിലെ ബസ് ഇടിച്ച് 6 വയസ്സുകാരൻ മരിച്ചു. ഇന്നലെ മലയാള മനോരമയിൽ വന്ന ഒരു വാർത്തയാണിത്. ഈ കുട്ടി ഈ ബസ്സിൻ്റെ മുന്നിൽ നിൽക്കുന്നത് നോക്കൂ. ഒരിക്കലും ഈ കുട്ടിയെ ഈ ബസ് ഡ്രൈവർക്ക് കാണാൻ കഴിയുകയില്ല. ഇങ്ങനത്തെ അപകടത്തിൽ കഴിഞ്ഞ വർഷം 6-7 കുട്ടികൾ കേരളത്തിൽ മരിച്ചിട്ടുണ്ട്. വീണ്ടും ഇത് ആവർത്തിക്കപ്പെടുന്നു. ആരും ഇതിനെ പൂർണ്ണമായി പരിഗണിക്കുന്നില്ല. മനോരമയുടെ ഫ്രണ്ട് പേജിലൊരു വാർത്ത വന്നതോടുകൂടി അത് അവസാനിച്ചിരിക്കുന്നു. തീർച്ചയായും ആ പോലീസ് എങ്ങനെയാണ് ഈ അപകടത്തിൽ എടുത്തിരിക്കുന്നത് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഈ കുട്ടി ഇറങ്ങിയ ബസ്സിലെ ജീവനക്കാർക്ക് യാതൊരു ഉത്തരവാദിത്വവും അതിലില്ലേ? ബസ്സിനുള്ളിൽ നിർബന്ധമായ ഒരു അറ്റൻഡർ ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ ബസ്സിൽ ഇതിൽ കാണിച്ചിരിക്കുന്ന പോലെ ഒരു ബ്ലൈൻഡ് സ്പോട്ട് മിറർ ഘടിപ്പിച്ചാൽ ഈസിയായി കുട്ടിയെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. റോഡിൻ്റെ കുറുകെ നിൽക്കുന്ന രക്ഷകർത്താക്കളും കുട്ടികൾ റോഡിൻ്റെ എതിർവശത്താണ് ബസ് ഇറങ്ങുന്നതെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കണം. ഈ മിറർ നമ്മൾ ഈ ബസ്സിൽ പിടിപ്പിക്കാനായി വെറും 500 രൂപയാണ് ചിലവാക്കിയത്. ഒരു വലിയ സ്കൂളാണെങ്കിൽ പോലും 10 ബസ് ഉണ്ടെങ്കിൽ അതിന് വെറും 5000 രൂപയാണ് ചിലവ് വരികയുള്ളൂ. ഈ ഒരു കുട്ടിയെ ഒന്ന് ശ്രദ്ധിക്കുക. വളരെ കൃത്യമായി നമുക്ക് ഈ മിററിൽ കാണാൻ കഴിയും. പക്ഷേ ഒരിക്കലും ഈ കുട്ടിയെ നമുക്ക് നേരിട്ട് ആ ഡ്രൈവർക്ക് കാണാൻ കഴിയുകയില്ല. ഇത് നിർബന്ധമായും എല്ലാ സ്കൂളുകളും പാലിക്കുക.